കഴിഞ്ഞ 5 വർഷം കഠിനാധ്വാനം നടത്തിയ ശേഷമാണ് BJP അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതെന്ന് കെ സുരേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുതിയ നേതൃത്വം ശക്തമായ മുന്നേറ്റം നടത്തും. കേരളത്തിൽ BJP അധികാരത്തിലെത്തുന്ന കാലം വിദൂരമല്ലെന്നും കെ സുരേന്ദ്രൻ. ആധുനിക കാലത്ത് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ളയാളാണ് രാജീവ് ചന്ദ്രശേഖറെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ റിപ്പോർട്ടറിനൊപ്പം ചേരുന്നു. 5 വർഷത്തിന് ശേഷം പദവി ഒഴിയുകയാണ്. അങ്ങനെ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും നല്ല സംതൃപ്തിയോടെയാണ്, ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പദവിയിൽ നിന്ന് മാറുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം കേരളത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു. അതേസമയം ഏറ്റവും നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ്. ഇനി അടുത്ത 5 വർഷം അതിനേക്കാൾ ഊർജ്ജത്തോടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ഇപ്പോൾ നോമിനേഷൻ്റെ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ആ പേര് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്, നാളെ ഉള്ളൂ. പുതിയ നേതൃത്വത്തിന് കീഴിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിലുണ്ടാവും. പുതിയ പ്രസിഡന്റ് വരുന്നു എന്നുള്ള ചർച്ച വന്നപ്പോൾ അവസാന ദിവസം അഭ്യൂഹം ഉണ്ടായിരുന്നു കെ സുരേന്ദ്രൻ തുടരും പദവിയിൽ ഇനിയും. കാരണം ഒരു മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കി, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വോട്ട് വർധനം. നോക്കൂ, 5 വർഷം കഴിഞ്ഞ ആരും തന്നെ ഈ പദവിയിൽ തുടരുന്നില്ല. പാർട്ടിയുടെ ലൈൻ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഒരുപോലെയാണല്ലോ, കേരളത്തിൽ മാത്രമല്ലല്ലോ. പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ പൂർത്തിയാക്കിയാണോ ഇറങ്ങുന്നത്? ഇതൊരു റിലേ ഓട്ടമല്ലേ, ദീർഘകാല ലക്ഷ്യമാണല്ലോ. ദീർഘകാല ലക്ഷ്യം എന്താണ്? കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ മോദിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കുക, അതുവഴി ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലും അധികാരത്തിലെത്തുന്ന കാലം വിദൂരമല്ല. അത് ഓടിയെത്തുമ്പോഴാണ് പൂർത്തിയാവുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒട്ടും പരിചയസമ്പന്നല്ലാത്ത ഒരാളെ അധ്യക്ഷ പദവിയിൽ ഇരുത്തി എന്തൊരു പരീക്ഷണത്തിനാണ് BJP ദേശീയ തയ്യാറാണ്? അദ്ദേഹം വളരെ കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹം പബ്ലിക് ഫീൽഡിലുണ്ട്. നോക്കൂ, 3 ടേം അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. പാർലമെൻറ്റ് മെമ്പർ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയമുണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകിയിട്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭയിൽ ചെറിയ വോട്ടിന് തോറ്റെങ്കിലും നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഒരാഴ്ച കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് അദ്ദേഹം കീഴടക്കിയത് നാം കണ്ടതാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർജി ആരും നൂലിൽ കെട്ടിയിറക്കിയ ആളല്ല. അദ്ദേഹം കഴിവുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ആധുനിക കാലത്ത് പാർട്ടിയെ നയിക്കാൻ ഏറ്റവും കരുത്തുള്ള ഒരാളാണ്.